ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ ഞാൻ ചർച്ചിൽ പോയി. സീനിയർ സിറ്റിസൺസ്, അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ക്ഷീണിതർക്കും ഒക്കെയുള്ള ഒരു കുർബാനയായിരുന്നു. കുറച്ച് പെട്ടെന്ന് സമയം, ഒരു 1.5 മണിക്കൂർ കൊണ്ട് കുർബാന തീരും. ഇവിടെ ഞങ്ങൾ അതിൽ പോയി സംബന്ധിച്ചു. ഇന്ന് ഓൺലൈനിൽ കൂടെയുള്ള ആരാധന കേൾക്കും. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, രാവിലെ മുട്ട പുഴുങ്ങി വെച്ചു. മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചു. ചപ്പാത്തി, പാക്കറ്റിലെ ചപ്പാത്തിയാണ്. ഇന്ന് അത് മതി. മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞതായതുകൊണ്ട് ഉള്ളിയും തക്കാളിയും ഒന്നും അരിയാനായിട്ട് പ്രയാസം. അതുകൊണ്ട് എല്ലാം ഗ്രേറ്ററിലാണ്, ഇവിടെ പച്ചക്കറിക്ക് അരിയുന്ന ഗ്രേറ്ററിലാണ് ഉള്ളിയും ഒരു സവാളയും ഒരു തക്കാളിയും, ബാക്കി 2 സവാള ഉച്ചയ്ക്ക് ചിക്കൻ റോസ്റ്റാണ്, അതിനു വേണ്ടി മാറ്റി വെച്ചു. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടുമ്പോൾ ഞാൻ ജസ്റ്റ് ഇത് പറയാം. ബാക്കി നമ്മൾ ഗ്രേറ്ററിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബാലൻസ് പീസുകളൊക്കെ വരും. അത് നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം, ഒരു അവിയലൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ കൂടെ ഒക്കെ ചേർക്കാം. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്തു. ഒരുവിധം എല്ലാം വെന്തുടഞ്ഞു. എങ്കിലും അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം. വെന്ത ചാറ് പറ്റി വരുമ്പോൾ നമുക്ക് മുട്ട ചേർക്കാം. അല്ലെങ്കിൽ മുട്ടയും ഇപ്പോഴേ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതും കൂടെ അതിൻ്റെ കൂടെ ലോ ഫെയറിലാണ്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് എല്ലാം കൂടെ മസാലകളൊക്കെ ഒന്ന് യോജിക്കട്ടെ. അപ്പോൾ ശരി, നമുക്ക് മുട്ട റോസ്റ്റ് വെന്ത ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. മുളക് പൊടി ചേർത്ത്, കുരുമുളക് പൊടിയൊക്കെ ചേർത്തതായിട്ട് തുമ്മൽ ഒക്കെ വരുന്നു. ഇതിലൊക്കെ ഒരൽപ്പം പാൽ, ഒരു കുഞ്ഞു തവിയാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. മതി. ഒരുപാട് അങ്ങായിക്കഴിഞ്ഞാൽ വെള്ള നിറത്തിലിരിക്കും. അതും അതിനെക്കാട്ടി ടേസ്റ്റ്. ഒരു ഇച്ചിരി ഇനിയിപ്പോൾ ആ മസാലയുടെ എല്ലാം കുത്തൽ മാറാനായിട്ട് നല്ലപോലെ മസാല ചേർത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ അല്ലേ നിങ്ങൾ കഴിക്കാം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. പാല് ചേർത്ത് കഴിഞ്ഞു. ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കും. പാക്കറ്റിലെ ചപ്പാത്തിയാണ്. അധികം എണ്ണ വേണ്ട. ആദ്യം ഫ്രൈ പാൻ ഒരല്പം എണ്ണ നിറയ്ക്കാൻ മതി. അത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ പൊള്ളി വരും. അത് എണ്ണയൊക്കെ ചേർത്ത് കുഴച്ച് സെമിയായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയാണല്ലോ. നമുക്ക് അത്യാവശ്യക്കാർക്ക്, എമർജൻസിക്കാർക്കൊക്കെ വാങ്ങിക്കാം. ബാക്കിയുള്ളവർക്ക് സമയ സാവകാശമുള്ളവരൊക്കെ വീട്ടിൽ ഉണ്ടാക്കണം. അതാണ് നല്ലത്. അപ്പം നമുക്കിങ്ങനെ ബാക്കി ചപ്പാത്തികൾ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. ചപ്പാത്തി, മുട്ട റോസ്റ്റ്, പിന്നെ അവിടെ എരിയൊക്കെ ഉണ്ടെങ്കിൽ ക്രമീകരിക്കാനായിട്ട് പഴവുമുണ്ട്. രാവിലെ പാൽ കോഫി കുടിക്കാതാണ് ഞാൻ പുറത്തൊന്ന് നടക്കാൻ പോയിട്ട് ഈ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. രാവിലെ ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം. മുട്ട റോസ്റ്റാണ്. സ്ഥിരം സാധാരണ ഉണ്ടാക്കുന്ന 2-3 വീഡിയോകൾ ഈ മുട്ട റോസ്റ്റിൻ്റെ പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം.
അല്പം എരിവുണ്ട്, ഇത്രയും എരിവ് വേണം. 2 പച്ചമുളക്, 3 മുട്ടയായിട്ട് 1.5 ടീസ്പൂൺ എരിവുള്ള മുളകാണ്. എന്നിട്ട് ലാസ്റ്റിലെ പാല് ചേർത്തു. ഉള്ളിയും തക്കാളിയും ആവശ്യത്തിനുണ്ട്. ഇത്ര എരിവ് വേണം. ഇതിൽ നമ്മളൊരു ഭക്ഷണം കഴിച്ച രീതി ചേർത്തിടും. സ്റ്റൂ ആയിട്ടൊക്കെ ഉണ്ടാക്കും. കൂടുതൽ പാല് ചേർത്ത് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കുറച്ച് തേങ്ങാപ്പാലോ അല്ലോ പശുവും പാലോ ചേർത്താൽ നമുക്ക് സ്റ്റൂ ആയിട്ട് എടുക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ ഈ ഭക്ഷണം എല്ലാവരും ചർച്ചിൽ പോവുകയും അല്ലാത്തവരെ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളോടൊത്തൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.